ഈ വിശാലമായ പാറപ്പുറമാണ് ഗൈസ് എൻ്റെ നാട് എന്ന് പറയുന്നത്. വടാട്ടുപാറ. ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ എൻ്റെ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയായിരിക്കും, ഞങ്ങളുടെ അമ്പലത്തിൽ ഉത്സവമാണ്. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അമ്പലത്തിൽ പോവാണ്. ശ്രീ ചക്കിമേട് ദുർഗാ ഭദ്രകാളി ക്ഷേത്രമാണ് നമ്മുടേത്. അപ്പോൾ അവിടെ വനദുർഗയുടെ പ്രതിഷ്ഠാ മഹോത്സവമാണ് നടക്കുന്നത്. അതും ഉത്സവവും കൂടി ആയിട്ടാണ് നടക്കുന്നത്. അപ്പോൾ നമ്മൾ സെറ്റ് സാരിയൊക്കെ കൊടുത്തിട്ടാണ് പോകുന്നത്. ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ വീഡിയോ എല്ലാം എഡിറ്റൊക്കെ ചെയ്ത് എല്ലാം സെറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തതാണ്. അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ വീഡിയോയിൽ കോപ്പിറൈറ്റ് വന്നു. അപ്പോൾ ഈ കോപ്പിറൈറ്റ് ഇഷ്യൂ വന്നുകൊണ്ട് അത് ഞാൻ എന്തൊക്കെ രീതിയിൽ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ടും കോപ്പിറൈറ്റ് ഇഷ്യൂ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ മ്യൂസിക് കാര്യങ്ങളെല്ലാം വന്നുകൊണ്ടായിരിക്കാം. എനിക്ക് അങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് എഡിറ്റ് ചെയ്യാനൊന്നും അറിയത്തില്ല. അപ്പോൾ നമ്മൾ സെറ്റ് സാരിയൊക്കെ തേച്ചു. അപ്പോൾ ഈ സെറ്റ് സാരിയൊക്കെ കൊടുത്ത് നമ്മൾ പോവാണ്. അപ്പോൾ അമ്പലത്തിലെ വിശേഷങ്ങൾ നമുക്ക് കുറേ പറയാനുണ്ട് കേട്ടോ, കുറേ കാണിക്കാനുണ്ട്. അപ്പോൾ അവിടെ പ്രതിഷ്ഠ നടക്കുകയാണല്ലോ. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് നല്ല വെയിലാണ്. ഞാൻ ഇതിനു മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ബസ് സ്റ്റോപ്പിലേക്ക് നമുക്ക് 1 കിലോമീറ്റർ നടക്കണം. അപ്പോൾ ആ 1 കിലോമീറ്റർ നമ്മൾ നടന്നാണ് പോകുന്നത്. പനിയൻ നേരത്തെ പോയിട്ടുണ്ടായിരുന്നു. ഈ പാലം നിങ്ങൾക്ക് ചിലപ്പോൾ അറിയായിരിക്കും, നിങ്ങൾ മിക്കവരും വന്നിട്ടുണ്ടാവും. നമ്മുടെ ഇടമലയാറ് ഭൂതത്താൻകെട്ട് പാലമാണ് ഈ കാണുന്നത്. ഭൂതത്താൻകെട്ട് കഴിഞ്ഞിട്ടാണ് നമ്മളുടെ സ്ഥലം, വടാട്ടുപാറ എന്ന് പറയും. അപ്പോൾ ഈ കാട്ടിലൂടെ വേണം നമുക്ക് പോവാനായിട്ട്. ഭാഗ്യമോ നിർഭാഗ്യവശാലോ നമുക്ക് ആനേനെ ഒന്നും കാണാൻ കഴിഞ്ഞില്ല. അതൊരു സമാധാനം, ആനയെ കാണാതിരിക്കട്ടെ. ഞാൻ ചെന്ന ടൈം കുറച്ച് ലേറ്റായി പോയിട്ടോ. അപ്പോഴേക്കും പ്രതിഷ്ഠയുടെ കാര്യങ്ങൾ കലശം ആണെന്ന് തോന്നുന്നു. എനിക്കിങ്ങനെ ദേവിയുടെ രൂപത്തിലേക്ക്, ഇങ്ങനെ വിഗ്രഹത്തിലേക്ക് നമുക്ക് ജലം, അങ്ങനെ കുറേ പാൽ, അങ്ങനെ എന്തൊക്കെയോ കുറേ, ഞാനത് ശരിക്കും കാണാൻ പറ്റിയില്ല, എനിക്ക് ലേറ്റായിപ്പോയി. അപ്പോൾ ഇത് നമ്മുടെ അമ്പലത്തിലെ തന്ത്രിയും നമ്മുടെ മേൽശാന്തിയാണ് കേട്ടോ. നമ്മുടെ തന്ത്രി നമ്മുടെ കോട്ടപ്പടിയിലുള്ള, ഇവിടെ കോതമംഗലം കോട്ടപ്പടി തന്നെയുള്ള ഒരു അഖിൽ എന്ന് പറഞ്ഞ ശാന്തിയാണ്. ഒരുപാട് അമ്പലങ്ങളിലെ ശാന്തിയും മേൽശാന്തിയും തന്ത്രിയും ഒക്കെ ആയിട്ടുള്ള ആളാണ് കേട്ടോ. ഇപ്പോൾ ഇത് വാങ്ങിയിരിക്കുന്നത് നമ്മുടെ അമ്പലത്തിലെ മേൽശാന്തിയാണ് കേട്ടോ. ശ്രീ സനൽ എനിക്ക് പറഞ്ഞപ്പോൾ മാറിപ്പോയി, സനൽ ശാന്തിയാണ്. അപ്പോൾ ശാന്തിയുടെ കുറേ ശിഷ്യന്മാരൊക്കെയാണ് അടുത്തവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടെ പ്രതിഷ്ഠ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചെണ്ടമേളമൊക്കെ നല്ല തകൃതിയായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ഞാനിതെല്ലാം എടുത്തതാണ്, എല്ലാം എഡിറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് വീഡിയോ അപ്ലോഡ് ചെയ്തതാണ് ഗൈസ്. പക്ഷേ എൻ്റെ നിർഭാഗ്യവശാൽ എനിക്ക് ഇതൊന്നും കാണിക്കാൻ പറ്റുന്നില്ല, അതായത് കേൾപ്പിക്കാൻ പറ്റുന്നില്ല. ചെണ്ടമേളൊക്കെ തകൃതിയായിട്ട് കൊട്ടുന്ന ഇങ്ങനെ അമ്മേ നാരായണ വിളിയുടെയൊക്കെ ഒരു മുഴക്കം, ഇങ്ങനെ അമ്പലം ഫുള്ള് ഭക്തിയുടെ ഒരു പ്രത്യേക ഒരു ഇതിലായിരുന്നു. കാരണം ഒരു ഒരു ദേവിയെ നമ്മുടെ അവിടെ പ്രതിഷ്ഠിക്കുന്ന ആ ഒരു മൊമെൻ്റാണിത്. നന്നായിട്ട് അമ്മേ നാരായണയൊക്കെ വിളിച്ച് എല്ലാ ഭക്തജനങ്ങളും നന്നായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് ആ പ്രതിഷ്ഠ നടക്കുകയാണ്. ഇങ്ങനെ നമുക്ക് കുളിര് കോരുന്നൊരിത്. അത് ആ കാണുന്ന കോവിലാണ് കേട്ടോ നമ്മുടെ വനദുർഗേനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ ഭദ്രയെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന സ്ഥലമാണ്. ഇവിടെ കഴിഞ്ഞ 2 വർഷം മുൻപാണ് നമുക്ക് പ്രതിഷ്ഠ നടന്നിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ അമ്പലം ആയിട്ടൊന്നും ആയിരുന്നില്ല പണ്ട്. ഇങ്ങനെ ചെറിയൊരു ഓല പോലെ വെച്ചിട്ടുള്ളൊരു ഷീറ്റ്, അങ്ങനെ ഒരു ഇതിലായിരുന്നു. ഇവിടെ ഫുള്ള് പാറയും ഒക്കെ ആയിരുന്നു കേട്ടോ. പണ്ടത്തെ അമ്പലം ഞങ്ങളുടെ കുട്ടിക്കാലത്തൊക്കെ ആ പാറപ്പുറത്തേക്ക് കൊണ്ട് ഞങ്ങൾ വരുമ്പോൾ ഇങ്ങനെ ഓടി നടക്കലും ഒക്കെ ആയിട്ട് ഇങ്ങനെ ചുറ്റിനും ഉപദേവതകളെയൊക്കെ ഇരുത്തിയൊരു നല്ല രസമായിരുന്നു. ഇതിപ്പോൾ നമ്മുടെ പ്രതിഷ്ഠ കഴിഞ്ഞിട്ടുള്ള നമ്മളുടെ ആ ഒരു ദേവിയുടെ ആ ഒരു ചൈതന്യമുള്ളൊരു ഭാഗമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നല്ല ശക്തിയുള്ള ദേവിയാണ്. ഇതിപ്പോൾ ഭദ്രയുടെ അടുത്തുള്ള പൂജ നടക്കുന്നതാണ് കേട്ടോ. ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യാലിറ്റി, ഇവിടുത്തെ നല്ല എല്ലാ അമ്പലത്തിലും ഏറ്റവും സ്പെഷ്യാലിറ്റിയാണ് ഇപ്പോൾ കണ്ടത്, നമ്മുടെ കടുംപായസം. അപ്പോൾ ഇതാ ഇരിക്കുന്ന ആളുകൾ കണ്ടില്ലേ, ഞാൻ ഇവരുടെ എൻ്റെ വ്ളോഗിൽ ഇവരെ കാണിച്ചില്ല എന്ന് പറഞ്ഞ് കുറച്ച് പരാതി പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടുത്തെ അന്നദാനവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പോകാനായിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ അവർക്കൊരു ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് അവരെയും കൂടി ചെറുതായിട്ടൊന്ന് കാണിക്കാം, അവരെയും കൂടി ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ആൻറ്റിയുടെ അടുത്തേക്ക് പോകാമെന്നാണ് കരുതി. നമ്മുടെ റിലേറ്റീവ്സൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ അവിടെ അവരില്ല, ആൻറ്റി ജോലിക്ക് പോയിക്കോണ്ട് വന്നില്ല. അപ്പം ഞാൻ ചുറ്റും നമ്മുടെ ആൾക്കാരാണല്ലോ. അപ്പം ഞാൻ അവിടെ എൻ്റെ ഒരു ആശ ചേച്ചീൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, നല്ല വെയിലാണ്. കാരണം ഇതിൻ്റെ ചുറ്റിനും പാറപ്പുറമാണല്ലോ. അപ്പോൾ ഈ തോടൊക്കെ കണ്ടില്ലേ, ഞങ്ങളൊക്കെ പണ്ട് കുളിക്കാനൊക്കെ വരാറുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ നല്ല വെള്ളം ഉണ്ടാവാറുണ്ട്. അപ്പോൾ കുളിക്കാനൊക്കെ വന്ന തോടാണ്. ഇപ്പോൾ ഒരു
കാക്കയ്ക്ക് കുടിക്കാൻ പോലും വെള്ളമില്ല എന്ന് പറഞ്ഞൊരവസ്ഥയാണ്. കാരണം ഇവിടെ പാറയൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് എല്ലാം വറ്റും. നല്ല വേനലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ചൂടാണ്. നമുക്ക് നടക്കാൻ പോലും പറ്റത്തില്ല. മരങ്ങളൊക്കെ ഉണങ്ങി കരിഞ്ഞ് പിന്നെ പാറയൊക്കെ ചൂടായിട്ട് ഇങ്ങനെ ചൂട് പൊന്തും. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. പക്ഷെ എന്നാൽ നമ്മുടെ മഴക്കാലമൊക്കെ ആണെങ്കിൽ നല്ല രസമാണ്. നല്ല ഭംഗിയുള്ളൊരു സ്ഥലം കൂടിയാണ് കേട്ടോ വടാട്ടുപാറ. പിന്നെ ഇത്തിരി ആനശല്യവും പിന്നെ അവിടെ ഇവിടെയും കുറച്ച് കടുവയും പുലിയൊക്കെ ആയിട്ട് മൃഗങ്ങളുടെ ശല്യമൊക്കെ ഉള്ളൂ. പക്ഷെ നമ്മുടെ ഈ ഏരിയയിലേക്ക് അധികം അങ്ങനെ ഇറങ്ങില്ല. അപ്പോൾ ഇതേ നമ്മൾ ആശീശ്വര വീട്ടിലേക്ക് കയറി പോവുകയാണ്. അപ്പോൾ ഇനി നമുക്ക് കുറേ വീഡിയോസ് വരാനുണ്ട് നമ്മുടെ അമ്പലത്തിലെ ഉത്സവത്തിൻ്റെ. അപ്പോൾ അതുവരേക്കും ഈ ഒരു കുട്ടി വ്ളോഗ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ടാറ്റാ ബൈ ബൈ.